ഗൈസ്, വെൽക്കം ബാക്ക് ടു അഞ്ജു സ്പൈസ് ഗാർഡൻ. ഞാൻ കുറച്ച് ദിവസം വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ മടി പിടിച്ചിരിക്കുകയായിരുന്നു. ഇപ്പം ഞാൻ ആക്ച്വലി സിക്കാണ് കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ ഒന്നും ചെയ്യാൻ ഒരു മടി പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ വീഡിയോസൊക്കെ നമ്മൾ കാണുമ്പോഴേ അയ്യോ നമുക്ക് ഇഷ്ടംപോലെ വീഡിയോസ് ചെയ്യാനുണ്ടല്ലോ, എല്ലാം ചെയ്യാൻ മടി പിടിച്ചിരിക്കുകയാണല്ലോ എന്ന് വിചാരിച്ചത്. അത് തന്നെയല്ല, ഇപ്പം ഒന്നും ചെയ്യാനും പറ്റത്തില്ല, കാരണം ടി വി ഒന്നും കാണാൻ ഒക്കത്തില്ല. കുക്കുവേബിനെ നമ്മൾ ടി വി കാണിക്കുന്നില്ല, ഇപ്പം 11th ഡേ ആണ്. അതുപോലെ ഫോണും ഒന്നും കാണിക്കുന്നില്ല. അപ്പം നമ്മൾ ഫുൾ ടൈം അവനോട് ഇങ്ങനെ കളിക്കണം. അപ്പം ഇങ്ങനെ കളിച്ചിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. അപ്പം ഞാൻ അടുത്ത് അവനെ ഇപ്പം ഇച്ചിരി ഞാനൊരു കാറൊക്കെ കൊടുത്ത് സെറ്റപ്പാക്കി വെച്ചിരിക്കുകയാണ്. ഞാൻ പെട്ടെന്ന് ഒരു വീഡിയോ ചെയ്തിട്ട് വേണം അവൻ്റെ അടുത്ത് പോകാനായിട്ട്. എനിവേ, എന്നെ അറിയത്തില്ലാത്തവർക്ക് എൻ്റെ പേര് അഞ്ജു. ഞാൻ ഇന്ത്യയിൽ നഴ്സിംഗ് പഠിച്ചിട്ട് US വന്നിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നതാണ്. ഞാൻ സൗദിയിലും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ എനിക്ക് ഇന്ത്യയിലെ നഴ്സിങ്ങിൻ്റെ അതും സൗദിയിലെയും ഇവിടുത്തെയും കൂടെ റിലേറ്റഡ്. അപ്പം ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ, യൂറോപ്പൊക്കെ, UK അതൊക്കെ ഇതുപോലൊക്കെ ഈ US ഒക്കെ പോലത്തെ പാറ്റേൺ ഒക്കെ തന്നെ ആയിരിക്കും. പക്ഷെ അത് എനിക്കറിയത്തില്ല. ഞാൻ ഇതാണ് കേട്ടോ പറയുന്നത്. ഞാൻ ഇന്ത്യയും US വെച്ചിട്ടുള്ള അവിടെയുള്ള ആൾക്കാർക്ക് കുറച്ചുകൂടി യൂസ്ഫുൾ ആവും അങ്ങനെ വിചാരിച്ചിട്ടാണ് പറയുന്നത്. ഇത് എന്നാ ചോദിച്ചാൽ, നമുക്ക് ഫസ്റ്റ് ഇങ്ങനെ ഇന്ത്യയിലെ സൗദിയിൽ നമുക്ക് മാസത്തിലായിരുന്നു സാലറി ഒക്കെ കിട്ടുന്നത്. അപ്പം ആ ഒരു സൗദി ഇന്ത്യയിൽ തമ്മിൽ വലിയ ഇതങ്ങനെ എനിക്കൊന്നും ഫീൽ ചെയ്തില്ല. കാരണം അവിടെ മാസത്തിൽ സാലറി കിട്ടുന്നു, നൈറ്റ്സ് ചെയ്യുന്നു, അതെല്ലാം ഏകദേശം സെയിം തന്നെയായിരുന്നു സംഭവം. പക്ഷെ ഇവിടെ വന്നപ്പം കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. ഇവിടെ അവർലി ആണ് നമുക്ക് സാലറി കിട്ടുന്നത്. നമ്മുടെ റേറ്റ് കുക്ക് സ്റ്റോർ ചിരിക്കുന്നുണ്ട്, സോറി. അപ്പം ഇവിടെ എല്ലാം അവർലി റേറ്റ് ആണ് നമുക്ക്. ഇവിടെ ഞാനിപ്പോൾ തമിഴ്നാട്ടിൽ പറഞ്ഞ പോലെ ഞാൻ റിസൈൻ ചെയ്തോ ഇല്ലയോ എന്നുള്ള കാര്യം ഞാൻ പറയാം കേട്ടോ. അതിന് മുന്നേ എനിക്ക് പറയാനുള്ള 2-3 കാര്യങ്ങളുണ്ട്, അതോട് പറഞ്ഞിട്ടാട്ടെ. അപ്പോൾ ഫുൾ ടൈം, പാർട്ട് ടൈം, പെഡിയം അല്ലെങ്കിൽ PRN, അതുപോലെ സീസണൽ കോൺട്രാക്ട്സ് ഉണ്ട്, ഇവിടെ ട്രാവൽ ഉണ്ട്, അങ്ങനത്തെ പല ടൈപ്പ് ഓഫ് നഴ്സിംഗ് നമുക്കിവിടെ ഓപ്ഷൻസ് ഉണ്ട്, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഫുൾ ടൈം ആണ് ചെയ്യുന്നതെങ്കിൽ ഇത്ര അവേഴ്സ് ഒരു വീക്കിൽ ചെയ്യണം എന്നുണ്ട്, അല്ലെങ്കിൽ ഒരു പേ ചെക്ക്. ഇവിടെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവേർലി പേയ്മെൻ്റ് ആണ്. അതുപോലെ നമുക്ക് 2 ആഴ്ച കൂടുമ്പോഴാണ് നമുക്ക് സാലറി കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഒരു മാസത്തിൽ 2 പേ ചെക്ക് കിട്ടും. 2 തവണ നമുക്ക് സാലറി കിട്ടുന്ന അതൊക്കെ നല്ലൊരു പരിപാടിയല്ലേ. ഇപ്പം നമുക്ക് നാട്ടിലാണെങ്കിൽ നമ്മൾ ഏത് ജോലിക്കാണെങ്കിലും നമ്മൾ ഒരു മാസം ഫുൾ വെയിറ്റ് ചെയ്തിരുന്നാലേ നമുക്ക് ആ ഒരു ചെക്ക് കിട്ടത്തുള്ളൂ. അപ്പോഴത്തേക്കിനും നമുക്കിപ്പം നമ്മളപ്പോൾ ആൾക്കാരുടെ അടുത്ത് കടം വാങ്ങിക്കേണ്ടത്, ചിലപ്പോൾ പൈസ ഇല്ലാത്തവർക്കാണെങ്കിൽ ആൾക്കാരുടെ അടുത്തൊന്ന് കടം വാങ്ങിച്ചിട്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. ഇവിടെ ആകുമ്പോൾ 2 ആഴ്ച കൂടുമ്പോൾ നമുക്ക് ചെക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ അതൊരു നല്ല ഓപ്ഷനല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആദ്യം ഇവിടെ വന്നാൽ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അതുപോലെ അവർലി ആണ് റേറ്റ് പറയുന്നത്. അപ്പോൾ ഇത്ര റേറ്റിനാണ്. അപ്പം നമ്മൾ ആ 1 അവർ ജോലി ചെയ്തില്ലെങ്കിൽ ആ പൈസ കിട്ടത്തില്ല. പക്ഷെ നമ്മൾ എക്സ്ട്രാ 1 അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പൈസ കിട്ടും. അതാണ് അതിൻ്റെ ഇത്. ഇപ്പം നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ 4 മണി വരെയുള്ള ജോബ് ചിലപ്പോൾ നമ്മൾ 5 മണി വരെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ആരും പൈസയും തരത്തില്ല. അല്ല, മന്ത്ലി അല്ലേ നമുക്ക് ആ റേറ്റ് കിട്ടുന്നത്. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു ഇതില്ല. അപ്പോൾ ആൾക്കാർക്കും അത്രേ ഡെഡിക്കേഷനും കാണത്തുള്ളൂ. ഇവിടെയൊക്കെയാണെങ്കിൽ ഞാൻ OR-ലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കേസസ് ഒക്കെ കുറവാണെങ്കിൽ നമ്മൾ നേരത്തെ ഇങ്ങനെ വീട്ടിലോട്ട് പോകും. അപ്പം നമുക്ക് 1 അവർ സാലറി നേരത്തെ പോകുന്നുണ്ടെങ്കിൽ കിട്ടത്തില്ല. പക്ഷെ തിരക്കൊക്കെ ആണെങ്കിൽ നമ്മൾ എക്സ്ട്രാ അവർ നിൽക്കുമ്പോൾ നമുക്ക് അതിനുള്ള ഓവർ ടൈം പൈസ കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഒരു ഫിക്സഡ് റേറ്റ് ആണ് ഒരു വീക്കിലി നമുക്ക് ചെയ്യേണ്ടത്. ഇപ്പം റേറ്റ് എന്നല്ല അവേഴ്സ്. ഇപ്പം 40 അവേഴ്സാണ് നമുക്ക് ഒരു വീക്കിൽ ഫുൾ ടൈം ചെയ്യേണ്ടത്. ഇപ്പം എല്ലാ ഹോസ്പിറ്റലും അല്ല, ഇത് തന്നെയാണ്. ഞാനിപ്പോൾ ന്യൂയോർക്കും ചെയ്തിട്ടുണ്ട്, ഫ്ലോറിഡയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ 40 ആണ്. അപ്പം 40ൽ കൂടുതൽ നമ്മൾ ആ വീക്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ 41 ആണെങ്കിൽ അതിൽ നമുക്ക് time and a half കിട്ടും. എക്സ്ട്രാ ആയിരിക്കും അതിൻ്റെ പൈസ. അത് ഓവർ ടൈം വരുന്ന കാരണം. അങ്ങനെയൊക്കെ ഒത്തിരി നല്ല ഗുണങ്ങളുണ്ട് കേട്ടോ. പിന്നെ ഫുൾ ടൈം അങ്ങനെയാണ്. പിന്നെ ഞാൻ ഫുൾ ടൈമിൽ എന്തെങ്കിലും പറയണോ, ഫുൾ ടൈം എംപ്ലോയി ആണെങ്കിൽ നമുക്ക് ബെനിഫിറ്റ്സ് കിട്ടും. അതുപോലെ PDO എന്ന് പറയുന്ന ഒരു സംഭവം, അതായത് അവേഴ്സ് നമുക്ക് ഒരു പേ ചെക്ക് നമുക്ക് 2 ആഴ്ച കൂടുമ്പോൾ ഒരു പേ ചെക്ക് കിട്ടത്തില്ലേ. ആ പേ ചെക്ക് നമുക്ക് ഇത്ര അവേഴ്സ്, സപ്പോസ് 5 അവേഴ്സ് അല്ലെങ്കിൽ 10 അവേഴ്സ് നമുക്ക് എക്സ്ട്രാ ആ പേ ചെക്കിൻ്റെ കൂടെ കയറും. അന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് വെക്കേഷൻ ടൈമിൽ ഇപ്പം നമുക്ക് അക്രൂവൽസ് നമുക്കൊരു 100 അവേഴ്സ് അങ്ങനെ കിട്ടുകയാണെന്ന് വിചാരിച്ചോ. ആ മണിക്കൂർ നമുക്ക് വെക്കേഷൻ ടൈമായിട്ട് പെയ്ഡായിട്ട് യൂസ് ചെയ്യാം. മനസ്സിലായോ? പക്ഷെ ഇപ്പം ഞാൻ സൗദി വർക്ക് ചെയ്തപ്പം നമുക്ക് 1 മന്ത് നമുക്ക് പെയ്ഡ് ഹോളിഡേ ഉണ്ടായിരുന്നു. അപ്പം അതും ഇങ്ങനെ പറയുമ്പോൾ അതും
അതൊരു നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ ഒരു മാസം നമുക്ക് നമ്മൾ നാട്ടിൽ പോകുന്നെങ്കിൽ നമുക്ക് സാലറി ഒന്നും നഷ്ടപ്പെടുന്നില്ല, നമുക്കത് കിട്ടും. അപ്പോൾ ഇവിടെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ നമുക്ക് എക്സ്ട്രാ ഇങ്ങനെ ചെയ്ത് നമുക്ക് എത്ര പേജ് കിട്ടുമോ അതനുസരിച്ച് നമുക്ക് PTO കിട്ടും. അപ്പം നമുക്ക് അതാ വെച്ച് അക്രൂവൽ ചെയ്ത് നമുക്ക് വെക്കേഷനൊക്കെ എടുക്കാം. അതാണ് ഫുൾ ടൈമിന് ബെനിഫിറ്റ്സ് ഉണ്ട്. ഇവിടെ ബെനിഫിറ്റ്സ് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം നമുക്ക് എന്തെങ്കിലും ആശുപത്രി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ബെനിഫിറ്റ്സ് ഉണ്ടെങ്കിലാണ് നമുക്ക് എല്ലാ ഇൻഷുറൻസ് ഒക്കെ കവേർഡ് ആവുന്നത്. പിന്നെ ഫുൾ ടൈം എംപ്ലോയീസ് ഒക്കെ ആണെങ്കിൽ ഹോളിഡേ ഒക്കെ വരുമ്പോൾ ഇവിടെ ഒത്തിരി ഹോളിഡേയ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ ചില ഹോസ്പിറ്റൽസ്, ഇപ്പം ഞാൻ ന്യൂയോർക്കിൽ വർക്ക് ചെയ്തുകൊണ്ട് ഇപ്പം നമുക്ക് സപ്പോസ് ഒരു ക്രിസ്മസ് ആണെന്ന് വിചാരിച്ചു, ക്രിസ്മസ് ഒരു ഹോളിഡേ, അപ്പോഴത്തേക്കും നമുക്ക് അവർ 7.5 hours ഇങ്ങോട്ട് തരും. അങ്ങനെ. പക്ഷേ ഇപ്പം ഞാൻ ചെയ്യുന്ന ഹോസ്പിറ്റലിൽ അവർ തരത്തില്ല, നമുക്ക് ഓഫ് ഡേ തന്നെയാണ് നമ്മുടെ കയ്യിൽ നിന്ന്. നമുക്കത് ഓഫായിട്ട് വേണമെങ്കിൽ നമ്മുടെ അത്രയും പേ ചെക്ക് ചെയ്യുന്നത് അത് പോകും. അങ്ങനെ. അപ്പോൾ എല്ലാ ഹോസ്പിറ്റലിനും അത് ഡിഫറെൻറ്റാണ്. ഫുൾ ടൈമിന് കേട്ടോ. പാർട്ട് ടൈമിന് സ്റ്റേറ്റിന് വേരി ചെയ്തിട്ടായിരിക്കും അത് ഉണ്ടാവുക, എത്ര മണിക്കൂർ ചെയ്യണം എന്നുള്ളത്. എല്ലാ മണിക്കൂറിനാണ് ഇവിടെ ഭയങ്കര ഇമ്പോർട്ടൻസ്. ഇപ്പോൾ പാർട്ട് ടൈം ചെയ്യുന്നവർക്ക് ഈ ഒരാഴ്ചയിൽ ഇത്ര മണിക്കൂർ ചെയ്താൽ മതി. സപ്പോസ് ലൈക്ക് 20 hours എന്ന് വിചാരിച്ചോ, അതിൽ കൂടുതലും ചെയ്യാം. 20 ചെയ്താൽ മതി അവരുടെ ആ ഒരു പാർട്ട് ടൈം ടൈറ്റിൽ നിർത്താൻ വേണ്ടിയിട്ട്. പാർട്ട് ടൈമിനും ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ട്, എടുക്കാം. പാർട്ട് ടൈമിനെ കുറിച്ച് അത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. അതും തമ്മിൽ വലിയ വ്യത്യാസമില്ല, അവേഴ്സ് കുറവാണെന്നേ ഉള്ളൂ. പിന്നെ PRN അല്ലെങ്കിൽ പെർ ഡിയം എന്ന് പറഞ്ഞാൽ ആസ് നീഡഡ് നമുക്ക് വർക്ക് ചെയ്യാം. അതായത് നമ്മൾ അവൈലബിൾ ഉള്ള ഡേറ്റ്സ് അവരുടെ അടുത്ത് പറയുക. ആ ഡിപ്പാർട്ട്മെന്റിന് തിരക്കുള്ളപ്പം എക്സ്ട്രാ അവർക്കുള്ള സ്റ്റാഫ് ഫുൾ ടൈം പാർട്ട് ടൈം എംപ്ലോയീസ് കാണും. അത് കൂടാതെ അവർക്ക് വേറെ സ്റ്റാഫിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ, ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ അവർ നമ്മളെ വിളിക്കും. അങ്ങനത്തെ. ഇപ്പം ഞാൻ PRനാണെങ്കിൽ അങ്ങനെ വിളിക്കും. അപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡേ ഇപ്പം ഞാൻ പറയും, ഞാൻ ഇപ്പോൾ PRനാണെങ്കിൽ ഞാൻ പറയും വെനസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ ഞാൻ അവൈലബിൾ ആണെന്ന് പറഞ്ഞാൽ, സപ്പോസ് അവർ തേഴ്സ്ഡേ ഫ്രൈഡേയും ബിസി ആണെങ്കിൽ ആ 2 ദിവസം എന്നെ വിളിക്കും. മനസ്സിലായി? അങ്ങനെ. അപ്പം നമുക്ക് ഒത്തിരി ഉപകാരമുണ്ട്. കാരണം നമ്മുടെ അവൈലബിലിറ്റിയാണ്. നമുക്ക് ഓഫ് ഡേ ഒക്കെ എടുക്കണമെങ്കിൽ നമ്മൾ പറയാം ആ ഡേ അവൈലബിൾ അല്ല നമുക്ക് അങ്ങ് പറഞ്ഞിട്ട്, നമുക്ക് വേറെ ആരും അപ്രൂവൽ ഒന്നും വേണ്ട. ഇപ്പോൾ ഫുൾ ടൈമും പാർട്ട് ടൈം എംപ്ലോയീസ് ആണെങ്കിൽ നമുക്ക് മാനേജറിൻ്റെ ഒക്കെ അപ്രൂവൽ വേണം. അവർ അപ്രൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് ഓഫ് കിട്ടത്തുള്ളൂ. അങ്ങനെയാണ് PRന് പിന്നെ ബെനിഫിറ്റ്സ് ഒന്നും അവർ ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യത്തില്ല. കുറേ വേറെ എക്സ്ട്രാ ആനുകൂല്യങ്ങളൊന്നുമില്ല. ഈ പറഞ്ഞ PTO എന്ന് പറയുന്ന സംഭവമൊക്കെ ഇല്ലേ, അക്രൂവൽ ആവുന്ന ഈ പേച്ചക്കിൻ്റെ കൂടെ, ആ പരിപാടി ഒന്നും PRനില്ല. പക്ഷെ PRന് അവരുടെ ഫ്ലെക്സിബിലിറ്റിയാണ് ജോലി ചെയ്യാനുള്ള. ഈ ആഴ്ച ഞാൻ ഇനി 2 ദിവസം വർക്ക് ചെയ്യുന്നുള്ളൂ എന്ന് വിചാരിച്ച് 2 ദിവസം പോയാൽ മതി. ആ ഒരു ഗുണമുണ്ട് PRന്. ആ 3. പിന്നെ സീസണൽ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിലേക്ക് നമ്മൾ ഈ ഒരു കോൺട്രാക്റ്റ് എടുക്കുക എന്ന് പറയും. മേ ബി 13 weeks ആയിരിക്കും. ആ ഹോസ്പിറ്റലിലേക്ക് അത്ര നാളത്തേക്ക് ഒരു സ്റ്റാഫിന് ആവശ്യമുണ്ട്. അങ്ങനെ എടുക്കുക. അപ്പോൾ കുറച്ചുകൂടെ പൈസ കൂടുതൽ കിട്ടും, അവർലി റേറ്റ് കൂടുതലായിരിക്കും. പക്ഷെ അത്ര നാൾ കഴിഞ്ഞാൽ നമ്മൾ അവിടുന്ന് പോകണം, അത്രേ ഉള്ളൂ. പിന്നെ ട്രാവൽ, നമ്മുടെ ഹോസ്പിറ്റലിൽ ഇപ്പം ന്യൂയോർക്കിലൊന്നും ട്രാവൽ ഇല്ലായിരുന്നു, പക്ഷേ ട്രാവൽ നഴ്സസ് ഇല്ലായിരുന്നു. പക്ഷേ ഇവിടെ ഉണ്ട്. കോവിഡിൻ്റെ സമയത്തൊക്കെയാണ് ട്രാവൽ നഴ്സസിന് ഭയങ്കര ഡിമാൻഡ് വന്നത്. കാരണം ട്രാവൽ നഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ 13 weeks ആണ്. അതിൽ കൂടുതലുള്ള കോൺട്രാക്റ്റ് ഉണ്ടെന്ന് എനിക്കറിയില്ല. ഇവിടെ 13 weeks ആണ് എനിക്കറിയാവുന്നത്. 13 weeksൻ്റെ കോൺട്രാക്ട് നമ്മളൊരു ഹോസ്പിറ്റലുമായിട്ട് എന്താ പറയുക സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഹോസ്പിറ്റലിൽ 13 weeks ഭയങ്കര നല്ല റേറ്റാണ് കേട്ടോ ട്രാവലിന്. പക്ഷേ അവർക്ക് ഇതുപോലെ ഈ പറയുന്ന PTO അക്രൂവൽ ഇല്ല. ഓരോ പേച്ചൊക്കെ കൂടുമ്പം അത് അക്രൂവൽ ഇല്ല. പക്ഷേ നല്ല റേറ്റ് കിട്ടും. ഭയങ്കര നമ്മൾ സാധാരണ ഫുൾ ടൈമിൻ്റെയൊക്കെ ഡബിൾ റേറ്റ് ആണ് അവർക്ക് കിട്ടുന്നത്. അപ്പോൾ ട്രാവൽ നഴ്സിൻ്റെ വേറൊരു ഭയങ്കര ഒരു ഫാസിനേറ്റിംഗ് തിങ് എന്നാന്ന് ചോദിച്ചാൽ, നിങ്ങളൊരു ബാച്ചിലർ ഒരു മെയിൽ നേഴ്സൊക്കെ ആണെങ്കിൽ, ഇവിടെ പിന്നെ ഫീമെയിൽസ് ഒന്നും പ്രശ്നമില്ല. ഞാൻ ഇങ്ങനെ ഇന്ത്യത്തെ അങ്ങനെ നമ്മുടെ ആൾക്കാരെ വെച്ച് നോക്കുമ്പോൾ മെയിൽ നേഴ്സ് ആണെങ്കിൽ യു ക്യാൻ ഗോ ടു ലൈക്ക് ഹവായ്, കരീബിയൻ ഐലൻഡ്സ്, ലൈക്ക് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് പോയിട്ട് ട്രാവൽ നഴ്സായിട്ട് വർക്ക് ചെയ്യാം. 13 weeks നിങ്ങൾ ജോലി ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്റ്റെൻഡും ചെയ്യാം. ഐ തിങ്ക് 3 times എന്തോ നമുക്ക് ആ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ തോന്നും. അപ്പം നിങ്ങൾക്ക് അടിപൊളി സ്ഥലത്ത് തരാം. നിങ്ങൾ ഡിഫറെൻറ്റ് സ്ഥലത്തേക്ക് ട്രാവൽ നഴ്സ് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് എല്ലാ വേൾഡും ട്രാവൽ ചെയ്യാം. അതൊക്കെ ഓരോ ഏജൻസി വഴിയാണ് കേട്ടോ. നല്ല ഏജൻസി നോക്കിയിട്ട് നിങ്ങൾ അടിച്ച് പൊളിക്കുക. അത് അടിപൊളിയാണ്. ഇവിടെ ഒത്തിരി പേര് ഗേൾസും ബോയ്സും എല്ലാവരും ചെയ്യും. നമ്മൾ ഫാമിലി ആയിട്ടുള്ളവരൊന്നും അങ്ങനെ പോകത്തില്ല. കാരണം നമുക്ക് നമ്മുടെ വീട്ടിൽ വരണമല്ലോ. അതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് എനിക്കറിയാവുന്ന നഴ്സിംഗ് ടൈപ്സ്. ഇവിടെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. എനിവേ ഇതൊക്കെ ഞാനൊരു നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ തന്നതാണ്. ഞാൻ ഫുൾ ടൈം നേഴ്സായിരുന്നു ഇവിടെ. ഞാൻ ഇത്ര നാളും ഫുൾ ടൈമാണ് വർക്ക് ചെയ്തത്.
ഇപ്പം ഞാൻ OR-ലാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് തിയേറ്റർ എന്ന് നാട്ടിൽ പറയുന്നത്, ഇവിടെ ഓപ്പറേറ്റിംഗ് റൂം എന്നാണ് പറയുന്നത്. അപ്പം അതിൻ്റെ ഒരു സംഭവം നമുക്ക് ഓൺ കോൾ ഉണ്ട്. ഇപ്പോൾ നമുക്ക് എമർജൻസി സർജറീസ് ഒക്കെ വരും. അപ്പോൾ എനിക്ക് വീക്കെൻഡ് ഓൺ കോൾ ഉണ്ട്, വീക്ക് ഓൺ കോൾ ഉണ്ട്. വീക്ക് ഡേയ്സിലൊന്നും പ്രശ്നമില്ല, ഞാൻ ഇതുവരെയും പോകേണ്ട വന്നിട്ടില്ല. പക്ഷേ വീക്കെൻഡിൽ ചിലപ്പോൾ നമുക്ക് ഒരു സ്കെഡ്യൂളിൽ ഒരെണ്ണേ വരത്തുള്ളൂ. പക്ഷേ സംടൈംസ് 24 hours വരുന്നത്. അപ്പം ഇവിടെ ഇപ്പം മമ്മിയില്ല, കുക്കു ബേബിയും ഡേവും ഞാനും മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ഓൺ കോൾ ആണെങ്കിൽ ഡേവിനെ എങ്ങും പോകത്തില്ല. നമുക്ക് കുക്കുവിനെ നോക്കാൻ അപ്പം ഇല്ല. എനിക്ക് വീക്കെൻഡിലാണ് മോസ്റ്റ്ലി കോൾ വരുന്നത്. അപ്പം നമുക്ക് ഓൺ കോൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് കുറേ കാര്യങ്ങൾ, ദേവ് കുറേ മീറ്റിങ്സും ഒക്കെ അങ്ങനെ കുറച്ച് ബിസിയാണ്. അപ്പം ദേവിൻ്റെ കാര്യങ്ങളെല്ലാം സ്റ്റക്കായിപ്പോകും. അപ്പം ദേവ് തന്നെയാണ് പറഞ്ഞത്, ഇനി നമുക്ക് ഓൺ കോൾ ഉള്ളത് പിടിക്കണ്ട, അതില്ലാത്ത പിടിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഇപ്പം എൻ്റെ ഫുൾ ടൈം പൊസിഷനിൽ നിന്ന് പോന്നു. അതിനർത്ഥം ഞാൻ ജോലി വിട്ടെന്നല്ല, ഐ ആം PRN ആണ്. ഞാൻ PRN എന്നാ നിങ്ങളുടെ അടുത്ത് പറഞ്ഞല്ലോ. അപ്പം ഞാനിപ്പോൾ അവൈലബിൾ ആണ്. ഞാനിപ്പോൾ തൽക്കാലം അവൈലബിൾ ഡേറ്റ്സ് പറയും, അവർ തിരക്കുള്ളപ്പോൾ എന്നെ വിളിക്കും. അപ്പം എനിക്ക് ആ ഡിപ്പാർട്ട്മെൻറ്റും അവിടെ OR എല്ലാം 2 years ചെയ്തുകൊണ്ട് എനിക്കിപ്പോൾ നല്ലതായിട്ട് അവിടെ എല്ലാം അറിയാം. സോ ഇറ്റ്സ് ഫൈൻ. എൻ്റെ വീടിൻ്റെ അടുത്തുമാണ്. സോ ഇറ്റ്സ് ഗുഡ്. ആക്ച്വലി ഞാനിപ്പോൾ സിക്കാണ്. ഇപ്പം ഞാൻ ഫുൾ ടൈം എംപ്ലോയി ആയിരുന്നെങ്കിൽ ഇപ്പോൾ സിക്ക് ലീവ് വിളിക്കണം, സിക്കാണെങ്കിലും ചിലപ്പോൾ പോകേണ്ടി വരും അങ്ങനത്തെ. ഇപ്പം ഈ ആഴ്ച ഞാനിപ്പം 2-3 ദിവസം സിക്കായതുകൊണ്ട് ഐ എം നോട്ട് അവൈലബിൾ എന്ന് പറഞ്ഞാൽ മതി. അവിടെ ഒരു പ്രശ്നമില്ല, എനിക്ക് വേറെ ഒന്നും ഒരു ഇതുമില്ല. സോ അതാണ് എൻ്റെ കറൻറ്റ് സിറ്റുവേഷൻ. നല്ലതാണ്, കുക്കുമായിട്ട് ഒത്തിരി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് കുറേ അപ്കമിങ് പ്ലാൻസ് ഒക്കെ ഉണ്ട്. അപ്പം അതെല്ലാം PR-നായിട്ട് വർക്ക് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പം അത് പറയാനായിരുന്നു ഞാൻ മെയിൻലി ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ശരി, ടാറ്റ, ബൈ ബൈ, സീ യു.